നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് കറികൾ ഉണ്ടാക്കാതെ ബീഫ് കൊണ്ട് നല്ലൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? ഇത് ബാച്ചിലേഴ്സിനോ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 4 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. വലിയൊരു കടായിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യ് ചൂടാകുമ്പോഴേക്കും 1 ഇഞ്ചിൻ്റെ ഒരു 8 കഷ്ണം കറുവാപ്പട്ടയും 17-18 ഗ്രാമ്പൂവും 10-12 ഏലക്കയും ഒരു 20-22 മുഴുവനെയുള്ള കുരുമുളകും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 1 ഇഞ്ചിൻ്റെ ഒരു 4-5 കഷ്ണം ഇഞ്ചിയും മീഡിയം വലുപ്പത്തിലുള്ള ഒരു 3 കുടം വെളുത്തുള്ളിയും 12-13 പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചതച്ചതിൻ്റെ 4/3 ഭാഗം കൂടെ ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ബാക്കി 1/4 ഭാഗം ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്യുന്നത്. ആ ചതച്ചതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും 8 സാമാന്യം വലുപ്പമുള്ള സവാളയുള്ളി 4 മുറിച്ച് കനം കുറച്ച് അരിഞ്ഞതും ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. 4 കപ്പ് ബസ്മതി റൈസിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാടങ്ങ് ബീഫ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ 3/4 കിലോ ആണെന്നുണ്ടെങ്കിലും മതി കേട്ടോ. ഉള്ളി ഒരുമാതിരി നന്നായി വഴന്നു വന്നപ്പോഴേക്കും പിന്നെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 7-8 വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. മീഡിയം വലിപ്പത്തിലുള്ളത് കനം കുറച്ച് മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്നു വരും. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിൻ്റെ 1/4 ഭാഗവും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ബീഫ് കുക്ക് ചെയ്യാൻ വെച്ചതാണ് ഇത്. അത് ഓരോ ബീഫിൻ്റെയും മൂപ്പിൻ്റെയും അനുസരിച്ച് ചിലപ്പം 6 വിസില് ചിലപ്പം 8 വിസില് വേണ്ടി വരും. നമ്മുടെ ബീഫ് പ്രഷർ കുക്കറിൽ കിടന്ന് ഒരു 90-95% കുക്കാവണേ. കാരണം ഒരു 5% കുക്കിങ്ങേ നമുക്ക് അരിയുടെ കൂടെ ഇട്ട് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദേ നമ്മുടെ ബീഫൊക്കെ നല്ല മയമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ബീഫ് അങ്ങ് ഊറ്റി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം കളയല്ല, അത് മാറ്റി വെച്ചേക്കണേ. കാരണം ഈ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരി കുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം ഇറച്ചിയും അരിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ കൂടെ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ. അരി അധികം ഞെരടാതെ ഇങ്ങനെ വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ച ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസും ആ വഴറ്റിയതും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു നാരങ്ങയുടെ 1/3 ഭാഗവും കൂടെ കുരുവില്ലാതെ അതിനൊപ്പം പിഴിഞ്ഞൊഴിച്ചിട്ട് 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ 1/2 കപ്പ് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ 1/4 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണേ. ചെറിയ ഫ്ലെയിമിലാണ് നിങ്ങളിത് കുക്ക് ചെയ്യേണ്ടത്. എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടി. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു 1-2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് നേരത്തെ വെച്ചേക്കണേ. 20 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം തുറന്ന് അടിഭാഗം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു, നമ്മുടെ ഈ അരിയൊന്നും പൊട്ടാതെ തന്നെ. അരി ഒരു 1/4 വേവാകുമ്പോഴത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളം പറ്റിപ്പോയി ചോറ് വെന്തുമില്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ 1-2 ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട്